ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മാലതീനെയാണ്. അപ്പോൾ മാലതി ഭയങ്കര ദേഷ്യത്തിലാണ്. ആള് പാത്രമൊക്കെ എറിഞ്ഞു പൊട്ടിക്കുകയാണ്. ഈ പയ്യപ്പനും അവിടെ ഇരിപ്പുണ്ട്, രാധയുണ്ട്. അപ്പോൾ അയ്യപ്പൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മാലു എന്താ അവിടെ എന്ന് ചോദിച്ചു. ഒക്കെ അലി തീരുന്നില്ല, എല്ലാം പോട്ടെ, ഇനി എന്തിനു വെച്ചിരിക്കുക എന്നൊക്കെ ചോദിച്ച് ഇരുന്ന സാധനങ്ങൾ മുഴുവൻ എടുത്തെറിയുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇങ്ങനെ ദേഷ്യം സഹിക്കാൻ പറ്റണില്ല ആൾക്ക്. അപ്പോഴാണ് നമ്മുടെ രാധ കുറെ പൈസയായിട്ട് അയ്യപ്പന്റെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ എണ്ണുന്നത്. പൈസ കണ്ടപ്പോൾ തന്നെ അയ്യപ്പന്റെ കണ്ണിങ്ങനെ മഞ്ഞളിച്ചു എന്നുള്ളത് മറ്റൊരു സത്യം. ആളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ എന്നിങ്ങനെ ചോദിച്ചു അപ്പനോട്. ഒന്നുമില്ല, ചോദിച്ചു എന്ന് മാത്രം. അല്ല, നിന്റെ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അമ്മ എന്തോ വലിയ ദേഷ്യത്തിലാണോ തോന്നുന്നു. ദേഷ്യോ? എന്തിന് എന്ന് ചോദിച്ചു. അത് അപ്പോഴേക്കും അളങ്ങുന്നു. ഡി, അത് ഞാൻ ഇനി നിനക്ക് പറഞ്ഞു തരണോ അല്ലേ? ആ വൃത്തികെട്ടവന് വേണ്ടി ഉണ്ടാക്കിയ കാശ് മുഴുവൻ കളഞ്ഞു കുളിച്ചു. ഇനി കടം വാങ്ങി വക്കീൽ ഫീസ് ഉണ്ടാക്കാൻ നടക്കുമല്ലേ? ഇനി ഞാൻ അത് കണ്ടോണ്ട് ചിരിച്ചോണ്ട് നിൽക്കണമായിരിക്കും. എന്താടി നീ തുറച്ചു നോക്കുന്നത്? അവൻ താലി കെട്ടിയ പെണ്ണ് തന്നെ അവനെ അകത്തിടാനായി മെനക്കെട്ടിറങ്ങിയിരിക്കുക. അവൾക്കില്ലാത്ത വിഷമം നിനക്കെന്തിനാടി എന്ന് ചോദിച്ചു. അതേ മോളെ, അവൾ സാക്ഷി പറയുന്നതോടെ അവന് ജയിലിൽ എന്താണല്ലോ ഉറപ്പാ. അത് ചിലപ്പോ ജീവപര്യന്തം വരെ ആകാം എന്നാ പറയണത്. അതെ, അത്രയും കാലം നീ അവനെ ധ്യാനിച്ചിവിടെ ഇരിക്കാൻ പോവാ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ കാണിക്കുന്നത് ഭ്രാന്താണെന്ന് നിനക്ക് തന്നെ മനസ്സിലായിട്ടില്ലല്ലേ? അമ്മേ, അത് വേറൊന്നും വിചാരിച്ചിട്ടല്ല. വാ തുറന്നു പോവരുത് കഴുത നീയ. ഡി, കഴിഞ്ഞത് കഴിഞ്ഞു. അവന്റെ ജീവിതം ഇനി എന്താണേലും അകത്താ. മൂത്ത് നരയ്ക്കുന്നത് വരെ അവൻ ഇനി തിന്നും കുടിച്ചും അകത്ത് കിടന്നോളും. അവനെ ഓർത്ത് നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ വാക്ക് ധിക്കരിച്ചത് കൊണ്ട് ഇനിയും അവന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കാനാ നിന്റെ ഭാവമെങ്കിൽ ഡിമരക്കഴുതേ, അമ്മയെന്ന് വിളിച്ച് ഇനി വീടിനകത്ത് കയറി പോവരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ആകെ ദേഷ്യത്തിൽ മാലതി അങ്ങ് പോവാണ്. അപ്പൊ വേഗം തന്നെ അയ്യപ്പൻ, മോളെ, അമ്മയുടെ ദേഷ്യം കൊണ്ട് പറയുന്നതാ, നീ അതൊന്നും കാര്യാക്കണ്ട. അതൊന്നും സാരില്ല കേട്ടോ. അപ്പൊ അയ്യപ്പൻ വേഗം എഴുന്നേറ്റിട്ട്, അതെ, ഇത്രയും കാശ് കയ്യിൽ കണ്ടത് കൊണ്ട് ചോദിക്കാം, ഒരു 500 ബഡ്സ് എനിക്ക് തരാൻ പറ്റുമോ? അപ്പൊ ഒന്നും നോക്കിയില്ല, രാധ ഒരു 500 രൂപ എടുത്തു പോക്കറ്റിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. ഭയങ്കര സന്തോഷമായി അയ്യപ്പന്. അപ്പൊ അയ്യപ്പൻ, മോളെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ, അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രാധ. അതെ, നിക്ക് കവല വരെ ഞാനും ഉണ്ട്. മാലതി, ഞാൻ പോയിട്ട് വരാട്ടോ. കിട്ടിയ ശ്വാസം എങ്ങനെയെങ്കിലും അകത്താക്കണമല്ലോ. അല്ല, 2 അടിച്ചാലേ നമ്മുടെ അയ്യപ്പന് സമാധാനം ആവുള്ളൂ. അപ്പൊ അടിച്ച് ഫിറ്റാവാൻ അയ്യപ്പൻ രാധയുടെ കൂടെ പോവാണ്. പിന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയാണ്. അപ്പൊ കമല ഉറങ്ങി. അതിനുശേഷം മാഷി ഇങ്ങനെ പുതപ്പൊക്കെ പുതപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വന്ന് നോക്കി. അന്നേരം ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ എന്ന് ചോദിച്ചു. അച്ഛൻ ഒന്നിങ്ങ് വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പൊ വേദയ്ക്ക് ഭയങ്കര സങ്കടം. ആള് കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. എന്താ മോളെ എന്ന് ചോദിച്ചു. അച്ഛാ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? 2 ദിവസമായിട്ട് അമ്മ ആഹാരം പോലും കഴിച്ചിട്ടില്ല. ശ്രീജടത്തി ഒരുപാട് നിർബന്ധിക്കുമ്പോൾ എന്തെങ്കിലും വാരി കഴിച്ചു എന്ന് വരുത്തുന്നു അല്ലാതെ ശരിക്കും ഉപവാസം തന്നെയാ എന്ന് പറഞ്ഞു. അതുകൊണ്ടാ ചോദിച്ചത്. ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും ഞാൻ കാരണമെന്നല്ലേ എല്ലാവരും സംസാരിക്കുള്ളൂ. അതുകൊണ്ട് പറയാ, ആ MLA വന്ന് പറഞ്ഞു പോയത് കേട്ടില്ലേ? വിക്രമിനെ ആക്രമിക്കാൻ ജയിലിൽ വച്ചും അയാൾക്ക് കഴിയുമെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവില്ലേ? മോളെ, എല്ലാം ആലോചിക്കുമ്പോ എന്തോ വിക്രത്തിന്റെ കാര്യത്തില് ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്നൊരു തോന്നൽ. എനിക്ക് തോന്നിയത് നേരെ മറിച്ചാ. അയാൾ ശരിക്കും ചെയ്ത് ഇവിടെ വന്ന് കാണിച്ചത് എന്തും ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാ. ശരിക്കും അയാൾക്ക് വേണ്ടത് വിക്രം പുറത്തിറങ്ങി വരിക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നീ ശ്രമിക്കുന്നത് ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാ. വിക്രത്തിനെ സമൂലം തിരുത്തി ഒരു നല്ലൊരു വ്യക്തിയാക്കി മാറ്റാമെന്ന് നിനക്ക് വിശ്വാസമുള്ളത് കൊണ്ടല്ലേ നീ ഇറങ്ങി തിരിച്ചത്? അത് അവന് ബോധ്യപ്പെടണമെങ്കിൽ ആദ്യം ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന കെട്ടുപാടിൽ നിന്ന് അവൻ മോചിതനാവണം. അതിന് അവൻ ഒറ്റയ്ക്കാവണം. അതിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ജയില് തന്നെയാണ്. അതുകൊണ്ട് ജയിലിൽ വെച്ച് വാസവൻ MLA എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അയാൾ നമ്മളുടെ നേർക്ക് നീട്ടിയ ഒരു ഭീഷണി മാത്രമാണ്. അതിനെ നേരിടാൻ നമുക്ക് നമ്മുടേതായ പല മാർഗങ്ങളും ഉണ്ട്. പക്ഷേ മോളെ, എനിക്കിപ്പം അതൊന്നും അല്ല ഒരു പേടി എന്ന് വെച്ചാൽ. എന്താച്ചാ എന്ന് ചോദിച്ചു.
അതല്ല, നാളെ ആ ചെറുക്കൻ എന്തെങ്കിലും സംഭവിക്കുകയും അവന്റെ ശിക്ഷ കടുത്തു പോവുകയും ചെയ്താൽ അത് പേടിക്കണ്ട. അതെ, മനസ്സിലാക്കിയെടുത്തോളം അയാളിപ്പോ അപകട നിലയിലല്ല എന്നാ മനസ്സിലാക്കിയത്. അപ്പോ ശിക്ഷ കുറയും എന്നാണോ ഉദ്ദേശിച്ചത്? ശിക്ഷ എന്തായാലും നമുക്ക് വീണ്ടും അപ്പീല് പോകാം, ഒരു നല്ലൊരു വക്കീലിനെ വെച്ച് വാദിക്കാം. ആ ശരി, പക്ഷേ അപ്പോഴേക്കും അവൻ സ്വന്തം ജീവിതം സ്വയം തിരിച്ചറിഞ്ഞിരിക്കണം. അതിന് സാധ്യമായ എല്ലാ വഴികളും നോക്കണം. ജയിലിപ്പോ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടച്ചാ, അതുകൊണ്ട് അവരെയൊക്കെ കണക്ട് ചെയ്ത് വിക്രത്തിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. വേദ, സത്യം പറഞ്ഞാല് ചൊല്ലിക്കൊട് എന്താ പറയാ, ചൊല്ലിക്കൊട് തള്ളിക്കള എന്നൊക്കെയല്ലേ പറയാ. ഞാനും ആ തത്വത്തിൽ വിശ്വസിച്ച ആളായിരുന്നു. പക്ഷെ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അവൻ നശിച്ചു പോയി എന്ന് കരുതിയ ഒരച്ഛൻ, അങ്ങനെയായിരുന്നു ഈ ഞാൻ. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒരാളെ വീണ്ടെടുക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്ന് നീയാണ് എന്നെ പഠിപ്പിച്ചത്. നീയാണ് ശരി വേദ, നീ മാത്രമാണ് ശരി, നിന്റെ വഴിയാണ് ശരി എന്ന് മാഷ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ വേദയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നീ സമാധാനമായിട്ട് ഇരിക്കും മോളെ എന്നുകൂടി ആശ്വസിപ്പിച്ചു. പിന്നെ കാണുന്ന വിക്രത്തിനെയാണ്. അപ്പൊ വിക്രത്തിന് ജയിലിൽ നിന്ന് ഒരു സാറ് വന്ന് ഒന്നും വാടാ എന്ന് പറഞ്ഞു. എന്താ സാറേ? വന്നാലേ കാര്യം പറഞ്ഞാലേ നീ വരൂ എന്ന് ചോദിച്ചു. എന്നിട്ട് വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് ഇയാള് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ സി ഐ പുറത്ത് നിൽപ്പുണ്ട്. അപ്പൊ സി ഐ വന്ന് എന്താ സാറേ ഈ സമയത്ത് എന്ന് ചോദിച്ചു. റിമാൻഡിൽ വെച്ചിരിക്കുന്ന ഒരു പ്രതിനെ എന്തിനാ സാറേ എന്ന് ചോദിച്ചു. അതിനീ വണ്ടി കയറാം. വിചാരണയിലുള്ള പ്രതിയെ സബ് ജയിലിൽ നിന്ന് രാത്രി എങ്ങോട്ടാ കൊണ്ടുപോണത് അതറിയാനുള്ളൊരു ബാധ്യത ഒരു പ്രതിക്കില്ലേ സാറേ? അതൊക്കെ പറയാം, തൽക്കാലം നിന്റെ ഗുണത്തിനാണെന്ന് നീ കൂട്ടിക്കോ, നീ വണ്ടി കയറാം. അപ്പൊ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് സി ഐ നേരെ ഒരു വലിയ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ പോലീസുകാരും ഉണ്ട്. എന്നിട്ട് ഇവനെ കൊണ്ടുപോയി അവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് വേഗം സി ഐ ചെന്നിട്ട്, എടാ ഇന്ന് രാത്രി സബ് ജയിലുകൾ കുറച്ച് ആളുകൾ സബ് ജയിലിൽ വന്നിട്ടുണ്ട്. മനഃപൂർവ്വം കേസുണ്ടാക്കി വന്നതാ. നീയാണ് അവരുടെ ടാർഗറ്റ്. അതുകൊണ്ട് നിന്നെ ഒന്ന് വാസവൻ വെച്ച കെണിയാണ്. അതുകൊണ്ട് നിന്നെ ഒന്ന് സഹായിക്കാം എന്ന് കരുതി വന്നതാ. എവിടെയെങ്കിലും പൊയ്ക്കോ ചെല്ല് എന്ന് പറഞ്ഞു. അപ്പം ഒന്ന് ചിരിച്ചു വിക്രം. എന്താ ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ വിക്രം എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം എങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒന്ന് ഇറക്കി വിടണമായിരുന്നു, അല്ലാതെ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തല്ല സാറേ ഇറക്കി വിടേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം എന്താ സാറേ, എന്താ എൻകൗണ്ടർ ആണോ? ആണെന്ന് പറഞ്ഞാ നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടില്ല അല്ലേ? ഇല്ല സാറേ, ഞാനിവിടെ സാറിന്റെ മുന്നിൽ തന്നെ അങ്ങനെ ഉറച്ചങ്ങ് നിൽക്കും. ഉറപ്പായിട്ടും പോയിന്റ് ബ്ലാങ്കിൽ സാറിന് വേണമെങ്കിൽ തീർക്കാൻ പാകത്തിന്. എന്താ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ നേരെ അപ്പുറത്തേക്ക് ചെന്നു. പോലീസുകാരനോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നൊരു വാളെടുത്ത് നേരെ വിക്രത്തിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. വിക്രം അത് പിടിച്ചു കേട്ടോ. മേടിച്ച ശേഷം എന്നിട്ട് ഇവൻ പ്ലോയിങ് ബാങ്കിൽ വെച്ചിട്ട് വിക്രത്തിനെ വെടിവെച്ച് വീഴ്ത്തുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ കമല സ്വപ്നം കണ്ട് അലറി വിളിച്ച് എഴുന്നേക്കാണ്. എന്താ എന്താ എന്ന് ചോദിച്ചു. എന്തെങ്കിലും വല്ല സ്വപ്നം കണ്ടോ? അതെ മാഷേ, പോലീസുകാർ അവനെ കൊണ്ടുപോയി മാഷേ, അവനെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെയൊന്നും സംഭവിക്കില്ല കമല, ഉറപ്പാണോ മാഷേ? അവര് എന്റെ മോനെ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പാണോ? എനിക്ക് പേടിയാവുന്നു മാഷേ എന്ന് പറഞ്ഞു. എന്തിനാ പേടിക്കുന്നത്? അവനെ ഗുണ്ടകൾ പിടിച്ച് തടവി വെച്ചതൊന്നും അല്ലല്ലോ, സബ് ജയിലല്ലേ, സർക്കാർ നോക്കിയോളും. നിങ്ങളൊരു മച്ചനല്ലേ മാഷേ, എങ്ങനെ സംസാരിക്കാൻ പറയുന്നു നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ രാവും പകലും അവനെക്കുറിച്ച് മാത്രമേ എനിക്ക് വിചാരിക്കാൻ പറ്റുന്നുള്ളൂ. എന്നിട്ട് പത്രങ്ങളിൽ എത്ര വാർത്ത വായിച്ചിരിക്കുന്നു. അപ്പോ ഇവിടെ വന്നു പോയ അയാളിലെ ആ വാസവൻ, അയാളുടെ സ്വാധീനത്തിൽ പോലീസുകാരൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ മാഷിന്? എന്റെ പൊന്നോ ഉവ്വ് കമല, അവൻ ആക്രമിച്ച് ആശുപത്രിയിലാക്കിയിരിക്കുന്നത് ഒരു MLA മകനെയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും നീക്കമുണ്ടായാൽ തന്നെ മീഡിയയുടെ മുഴുവൻ ശ്രദ്ധയും അവന്റെ മേലിലാവും. അതുകൊണ്ട് പോലീസ് അതിനതിര് കടന്നൊന്നും ചെയ്യില്ല. സത്യമാണോ? പിന്നെ അവൻ എന്റെയും കൂടിയല്ലേ. അതുകൊണ്ട് അവന്റെ ജീവൻ ആപത്തുണ്ടാവുന്ന ഒന്നും ഞാൻ എന്തെങ്കിലും ചെയ്യാതിരിക്കൂ കമല. നോക്ക് ദേ, വേദ അവനെതിരെ സാക്ഷിയായി പറഞ്ഞതിനെ പറ്റി നിനക്ക് വിഷമമുണ്ടെന്നറിയാം. മതി എന്ന് പറഞ്ഞു. അവളുടെ പേരെനിക്ക് കേൾക്കുക പോലും വേണ്ട പക്ഷേ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതല്ല കമല, നീ എല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുക. വേണ്ട മാഷേ, അതിനു മുന്നിൽ അവൾക്ക് പറയാനും ഒരു കാരണം ഉണ്ടാവില്ലേ? അവനെ ജീവപര്യന്തം തടവിന് വിട്ടുകൊടുക്കാൻ അവൾക്ക് എന്ത് കാരണം ഉണ്ടെങ്കിലും ആ കാരണം എനിക്ക് കേൾക്കണ്ട മാഷേ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടത് എനിക്ക് അവനെ പുറത്തിറക്കുക എന്നുള്ളതാ. ഒരു പോറല് പോലും ഏൽക്കാതെ
അവൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിന് അച്ഛനായ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവളെ ഇനി ന്യായീകരിച്ച ഒരു വാക്ക് പോലും എന്നോട് സംസാരിച്ചു പോവരുത്. നിന്നോടിപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മക്കളിൽ ഏറ്റവും കൂടുതൽ വാത്സല്യവും സ്നേഹവും ഒക്കെ വിശ്വാസമുണ്ടായിരുന്നതും വിക്രത്തിനെ ആയിരുന്നു ഞാൻ. അവനെയാന്ന് നിനക്കറിയാലോ അല്ലേ? അപ്പം വേണ്ടുന്നില്ല. അവനൊരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട്, അത് സത്യമുള്ള കാര്യമാണ്. അവനെ ഞാൻ പരിഗണിക്കാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് അവൻ നേരായ പാതയിലേക്ക് വരും എന്നൊരു തോന്നൽ അതെനിക്കുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടും ഞാൻ ഇപ്പോഴും ഞാൻ കല്ലാക്കിയിരിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെയെങ്കിലും അവൻ നന്നാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കില്ലേ? നന്നാവണമെങ്കിൽ അവൻ ആദ്യം പുറത്തു വരണ്ടേ മാഷേ? വരണം, പക്ഷേ അതിപ്പോഴല്ല. പിന്നെ മുമ്പും അവൻ ജയിലിൽ കിടന്നിട്ടില്ലേ? മുമ്പ് പുറത്തു വന്നിട്ട് അവൻ നന്നായോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ അവൻ പുറത്തു വന്നാലും അവൻ നന്നാവാൻ പോകുന്നില്ല. അതിന് ചെന്നടിയാൻ പോകുന്നത് ആ ശ്രീകാര്യം ശ്രീനിവാസന്റെ ചെളിക്കുണ്ടിലേക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അവൻ അകത്ത് തന്നെ കിടക്കട്ടെ. നിങ്ങൾ എന്ത് കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യനാ! അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ നോക്കുന്നതിന് പകരം തത്വജ്ഞാനം പറയാണോ നിങ്ങള്? അവള് നമ്മുടെ മോനെതിരെ സാക്ഷി പറയാൻ വന്നപ്പോ നിങ്ങളും അവളും ഒറ്റക്കെട്ടായി. അതല്ലേ സംഭവിച്ചത്? കമല, ഞാൻ പറയുന്നത് വേണ്ട മാഷേ, ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് വേണ്ട. വേദയുടെ നിഴല് മുന്നിൽ വരുന്നത് പോലും നിങ്ങൾക്കൊരിക്കൽ സഹിക്കില്ലായിരുന്നോ? പക്ഷെ ഇപ്പോ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ അവള് ശത്രുവായപ്പോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവളായി. ശത്രുവോ? ആര്? എനിക്കോ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാതിരിക്കാണ്. ശരിയാണ് നീ പറഞ്ഞത്. ഞാൻ എൻ്റെ മക്കളോട് സ്നേഹം കാണിച്ചിട്ടില്ല. പുതിയ കാലത്തെ രീതികളെ പോലെ കൂട്ടുകാരെ പോലെ ഇടപെടാനൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എന്തിന്? എനിക്ക് കൂട്ടുകാർ പോലും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. എല്ലാം ഈ വീടും നീയും എൻ്റെ മക്കളും മാത്രമായിരുന്നു എൻ്റെ ഒരു ലോകം. ശരിയായിരുന്നില്ലേ എന്ന് ചോദിച്ചോ. ചെറുപ്പം മുതലേ മക്കളെ ശിക്ഷിച്ചിട്ടുണ്ട്, ശകാരിച്ചിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞിട്ടും പരിഹസിച്ചിട്ടുമുണ്ട്. ഒരിക്കലും അത് ന്യായപ്രകാരം ഒരച്ഛൻ്റെ ധർമ്മമാണെന്നൊരു വിശ്വാസം മാത്രമായിരുന്നു എൻ്റേത്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും അവരെ ഞാൻ വെറുത്തിട്ടില്ല. ശത്രുക്കളായി ഞാൻ അവരെ കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ പണ്ട് എൻ്റെ അച്ഛൻ എന്നോട് പറയായിരുന്നു, അതെ, ആൺമക്കളായി പിറക്കുന്നത് മുൻജന്മ ശത്രുക്കളാണ് എന്ന്. അത് പക്ഷേങ്കിൽ എന്നെ അങ്ങനെയാണോ എൻ്റെ അച്ഛൻ കണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മക്കളെ ഞാൻ അങ്ങനെയല്ല കമല കണ്ടിരിക്കുന്നത്. ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് മാഷു പറഞ്ഞു കേട്ടോ. ഇപ്പം ഞാൻ മിണ്ടാതിരിക്കുന്നതിലും എനിക്ക് എൻ്റെതായ കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് തൽക്കാലം ഇപ്പൊ പറയാനാവില്ല. പിന്നീട് നിനക്കതൊക്കെ മനസ്സിലാവുകയും ചെയ്യും. അതുവരെ വെറുക്കാൻ മാത്രം അറിയുന്ന ഒരച്ഛനായിട്ടായിരിക്കും, അറിയാത്തൊരു പിതാവായിട്ട് എന്നെയും സ്വന്തം ഭർത്താവിനെ കാരാഗ്രഹത്തിലാക്കാൻ ശ്രമിക്കുന്ന ഒരു മരുമകളായി വേദയും കണക്കാക്കിക്കോളൂ. ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല. ഒരിക്കൽ നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് മാഷങ്ങ് ഇറങ്ങി പോവാണ് ചെയ്തത്. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ നാരായണനെയാണ്. ഇപ്പൊ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങി. അപ്പം അമ്മയും പത്മവും അവിടെ നിൽപ്പുണ്ട്. ഇന്നല്ലേ വിക്രത്തിന്റെ കേസ് അല്ലേ എന്ന് ചോദിച്ചു. അതെ അമ്മേ എന്ന് പറഞ്ഞു. നിനക്ക് ഒരു കാര്യം അറിയോ എന്ന് ചോദിച്ചോ. അന്ന് നിന്നോട് ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു. നിന്റെ ബർത്ത്ഡേ നടന്ന ഒരു ദിവസം അവള് കാരണങ്ങൾ ഉണ്ടാക്കി ഇവിടെ വന്നു. അന്ന് ഞാൻ അവളോടൊരു കാര്യം ചോദിച്ചിരുന്നു. നിനക്ക് വിക്രമിനോട് ഇപ്പോഴും സ്നേഹമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അന്ന് അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയോ? വിക്രമിനൊപ്പം ജീവിക്കാനുള്ള അവളുടെ തീരുമാനം സ്നേഹിക്കാൻ മാത്രമുള്ളതാണെന്ന് മുത്തശ്ശിക്ക് എങ്ങനെ തോന്നി എന്നാണ് എന്നോട് ചോദിച്ചത്. അതിനർത്ഥം എന്താ? അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. വെറുതെ ചിരിക്കുക മാത്രമേ ഞാനന്ന് ചെയ്തുള്ളൂ. പക്ഷേ ഇന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം എനിക്കറിയാം ശങ്കര. മനുഷ്യർക്ക് പകയും പ്രതികാരവും വീട്ടാൻ എത്ര വിചിത്രമായ വഴികളാണ് അല്ലേ പത്മ എന്ന് ചോദിച്ചു. അപ്പം അമ്മ കാര്യങ്ങൾ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ്. അമ്മയ്ക്ക് സ്നേഹവും ഇഷ്ടവും തോന്നുന്നവർ തെറ്റ് ചെയ്താലും അത് പൊറുക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു, എന്നിട്ടും അമ്മയ്ക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ തോന്നിയോ? ഇല്ല. അതിന് കാരണം
വേദയ്ക്ക് മഹേശ്വരൻ കൊടുത്ത നിധിയാണ് എന്ന് അവനെന്നായിരുന്നു നിങ്ങളുടെ വിശ്വാസം. ദൈവം കൊടുത്തതിനെ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. എന്താ, ശരിയല്ലേ? അപ്പൊ മിണ്ടാതെ നിൽക്കണം കേട്ടോ. ആ ദൈവം തന്നെയാ ഇപ്പൊ അവനെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്ന് സമാധാനിച്ചോളൂ. അങ്ങനെ വരുമ്പോ പത്മത്തിനും അമ്മയ്ക്കും കുറച്ച് ആശ്വാസം വരും എന്ന് പറഞ്ഞു. എന്നാല് പിന്നെ വേദ, അവള് നിയമം പഠിച്ചവളാ. അതുകൊണ്ട് തന്നെ നീതിയുടെ വഴി ഏതാണെന്ന് അവൾക്ക് തോന്നിയത് അവള് ചെയ്തു. അതിലൊരിക്കലും തെറ്റു പറയില്ല. നിയമം കയ്യിലെടുത്ത് കാട്ടുനീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സ്വന്തം ഭർത്താവിനെ നിയന്ത്രിക്കേണ്ടത് സമൂഹ നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് അവൾക്ക് തോന്നിയിരിക്കണം. അതുകൊണ്ടായിരിക്കും അവൾ സാക്ഷി പറഞ്ഞത്. പിന്നെ ഉത്തരവാദിത്വമുള്ള ഒരു പൗര എന്ന നിലയിൽ ഇപ്പൊ അവൾ ചെയ്യുന്നത് വളരെ ശരിയാണ്. തെറ്റ് ചെയ്തവരാണ്. ആ തെറ്റ് തെളിഞ്ഞാൽ ശിക്ഷയെ അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ കേസിൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യും. ശങ്കരേട്ട, വേണ്ട പത്മ, ഇനി ഈ വിഷയത്തിൽ എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ശങ്കർ നാരായണനും അങ്ങോട്ടേക്ക് പോയി. ഇത് കോടതിയിലേക്ക് വിക്രത്തിനെ കൊണ്ടുവന്നു. അപ്പൊ ബാക്കി എല്ലാവരും ഉണ്ട്. ശ്രീനിവാസനും പിന്നെ ജോസഫും, അങ്ങനെ എല്ലാവരും. അപ്പം ശ്രീനിവാസൻ ഇങ്ങനെ വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നു. വിക്രം ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞു കേട്ടോ. വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് അവരെ ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ പറയാണ്, എടാ ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ ആ വക്കീൽ വിളിച്ചിരുന്നു. അയാള് വക്കാലത്ത് ഒഴിയുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിച്ചു. സാറ് പറഞ്ഞില്ലല്ലോ. ഇന്നലെയാണ് സംഭവിച്ചത്. ഒരാളെ അറേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് പലരെയും വിളിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോ നമുക്ക് വാദിക്കാൻ ആരുമില്ലെന്നാണോ സാറ് പറയുന്നത്? സാർ ഇത് പറഞ്ഞില്ലല്ലോ എന്ന് വേഗം തന്നെ രാജേട്ടൻ ഇങ്ങനെ ചോദിക്കുക. എന്ത് ചെയ്യാനാ എന്റെ പൊന്നു രാജേട്ടാ, പേടിക്കാതെ എന്ത് ശിക്ഷ വേണമെങ്കിലും ജഡ്ജി വിധിച്ചോട്ടെ, എനിക്കൊരു പേടിയുമില്ല എന്ന് തന്നെ തീർത്ത് വിക്രം ഇങ്ങനെ പറയാണ്. പക്ഷേ എന്നാലും അതൊരു വല്ലാത്ത ടെൻഷനായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കെന്തായാലും പേടിയില്ല, പോരെ എന്ന് പറഞ്ഞ് ഇവര് കോടതിയിലേക്ക് പോവാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു.